ഹായ് എല്ലാവർക്കും നമ്മുടെ ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ റവ വെച്ചിട്ട് ചെയ്യുന്നൊരു കേക്കാണ് കേട്ടോ. സാധാരണ ഒരു സ്പോഞ്ച് കേക്കാണ് ഇത്. പിന്നെ നമ്മൾക്ക് കേക്ക് ടിന്നോ കാര്യങ്ങളൊന്നും വേണ്ട, നമ്മളത് കടായിലാണ് ചെയ്യുന്നത്. പിന്നെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഓവണോ ബീറ്ററോ മുട്ടയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. എന്നിട്ട് ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ആയിട്ട് ഈ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഞാനിവിടെ 1 കപ്പ് റവ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ റവ വറുത്തിട്ടുള്ള റവയൊന്നും അല്ല കേട്ടോ, സാധാരണ റവയാണ്. ഏത് റവ എടുത്താലും കുഴപ്പമില്ല. നമുക്ക് ഈ റവ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം, അല്ലെങ്കിൽ ഒത്തിരി തരികളായിരിക്കും നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ആദ്യം തന്നെ. അപ്പോൾ റവ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ റവ ഒന്ന് കുതിർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് 1/2 കപ്പ് പാലാണ് ചേർക്കുന്നത്. ഞാനിവിടെ തിളപ്പിച്ചിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്, പക്ഷെ ചൂടൊന്നുമില്ല കേട്ടോ, സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് യോജിപ്പിച്ച ശേഷം നമുക്കിതൊരു അരമണിക്കൂറൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നന്നായിട്ട് റവയിലേക്ക് ആ പാലൊക്കെ കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഈ കേക്കിന് വേണ്ടിയിട്ട് ബട്ടർ മിൽക്ക് വേണം. ബട്ടർ മിൽക്ക് എന്ന് പറയുന്നത് ശരിക്കും മോരാണ്. നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് ചേർക്കാം, അല്ലെങ്കിൽ ഇതുപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് ചേർക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതും തിളപ്പിച്ചിട്ടുള്ള പാലാണ്, പക്ഷെ ചൂടൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നാരങ്ങാനീര് ചേർക്കാം, അല്ലെങ്കിൽ വിനാഗിരി ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ബട്ടർ മിൽക്ക് റെഡിയായി കിട്ടും. ഇനി ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് നമുക്കൊരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ റവ മാത്രം കൊണ്ട് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒത്തിരി തരികൾ പോലെ ആയിരിക്കും. അപ്പോൾ മൈദ കൂടെ ചേർക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്കിനി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ട്യൂട്ടി ഫ്രൂട്ടി ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കിത് ഇതുപോലെ തന്നെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് കേക്കിൻ്റെ അടിയിലേക്ക് അങ്ങ് അടിഞ്ഞു കിടക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദയോ ഗോതമ്പൊടിയോ ഏതെങ്കിലും മതി, അതൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ നമ്മൾ ചേർക്കുകയാണെങ്കിൽ ട്യൂട്ടി ഫ്രൂട്ടി കേക്കിൻ്റെ എല്ലാ ഭാഗത്തും വരും. അപ്പോൾ ഇതും നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിതുപോലൊരു കടായിയാണ് എടുത്തിട്ടുള്ളത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കേക്ക് ടിന്നാണെങ്കിലും എടുക്കാം, ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ കടായിൽ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കുക. നോൺ സ്റ്റിക്ക് കടായിയാണ് എടുക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ റെഡിയാക്കി വെക്കുക കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട്. അപ്പോൾ നമ്മുടെ റവയിലേക്ക് പാലൊക്കെ നന്നായിട്ട് കുതിർന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഓയിലാണ്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയും ഒലിവ് ഓയിലും വേണ്ട, വേറെ ഏതെങ്കിലും ഓയിൽ. അതൊരു 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്. ഞാനിവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. 1 കപ്പ് വരെ എടുത്താലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല മധുരം വേണമെങ്കിൽ 1 കപ്പ് വരെ എടുക്കാം കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ പഞ്ചസാരയൊക്കെ അലുത്തിട്ട് റവയായിട്ട് ചേർന്ന് കിട്ടും. ഞാൻ ബാക്കിയുള്ള പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ അലുത്ത് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള മൈദയും അതുപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് ഞാൻ യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കട്ടിയിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ബട്ടർ മിൽക്ക് ചേർക്കാം. അപ്പോൾ ബട്ടർ മിൽക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, പാലൊക്കെ പിരിഞ്ഞ് നമ്മുടെ മോരായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബട്ടർ മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് യോജിപ്പിച്ച് കൊടുക്കുക കട്ടിയില്ലാതെ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇത്തിരി കട്ടിയിലുള്ളൊരു ബാറ്റർ ആയിരിക്കും കേട്ടോ, ഒത്തിരി ലൂസായിട്ടുള്ളൊരു ബാറ്റർ അല്ല. അതായത് ഇതുപോലെയാണ് ഉണ്ടാവുക. കുറച്ചൊരു കട്ടി ഉണ്ടാവും നമ്മുടെ ബാറ്ററിന്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ട്യൂട്ടി ഫ്രൂട്ടി മാത്രമാണ്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ട്യൂട്ടി ഫ്രൂട്ടി കൂടെ ചേർത്തിട്ട് ഒന്നെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി. അപ്പോൾ നമ്മൾ നമ്മുടെ കടായി നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
അതിലേക്ക് നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തിട്ട് വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ബാറ്റർ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ കടായിലേക്ക് ഒഴിച്ച് നമ്മൾ വേഗം തന്നെ ബേക്ക് ചെയ്യാൻ വെക്കണം. ഇത് 2 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇടുന്നുണ്ട്. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവുമല്ലോ കേക്ക് ബേക്കായി കഴിയുമ്പോൾ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ അടുപ്പിലൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു തട്ടില്ലെങ്കിൽ നമ്മുടെ ദോശ ഉണ്ടാക്കുന്ന തവ താഴെ വെച്ച് കൊടുത്താലും മതി. അതൊന്ന് ചൂടാക്കി എടുക്കുക ആദ്യം തന്നെ. അതൊന്ന് ചെറുതായി ചൂടായതിന് ശേഷമാണ് നമ്മളതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ കടായി വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് അടച്ച് വെക്കുക. അടച്ച് വെക്കുമ്പോൾ നമ്മൾ മൂടി ഒന്ന് പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ അതിൽ ഈർപ്പമൊന്നും നമ്മുടെ കേക്കിലേക്ക് വീഴില്ല. അപ്പോൾ ഞാനൊന്ന് ഒരു തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈർപ്പമൊന്നും നമ്മുടെ കേക്കിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 40 മുതൽ 45 മിനിറ്റ്, ഒരു 40 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കാം കേട്ടോ. കാരണം എനിക്ക് ഇവിടെ 40 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 40 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു സ്ക്വയർ വെച്ചിട്ടോ ടൂത്ത് പിക്ക് വെച്ചിട്ടോ കുത്തി നോക്കാം. അതിലൊന്നും വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ ബർണർ അനുസരിച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ 40 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കുക. ഇനി ഇത് അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം മാത്രം ഇത് പാനിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ. പിന്നെ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എടുക്കാനായിട്ട് പറ്റും. നമുക്കിതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റാം. നമ്മുടെ കേക്ക് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് മൈദ കൂടെ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് റവ വെച്ചിട്ട് ചെയ്തതെന്ന് ഇത്ര പെട്ടെന്ന് പറയില്ല. കാരണം ആ ഒരു കേക്കിൻ്റെ ടെക്സ്ചർ നമുക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മൈദ ചേർക്കുന്നത്. നമുക്കിതൊന്ന് മുറിച്ചുകൂടെ നോക്കാം. ശരിക്കും നമ്മൾ സാധാരണ സ്പോഞ്ച് കേക്ക് ചെയ്യുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിതിന് മുന്നേ ഇട്ട ഗോതമ്പൊടി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഒരു റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ വരും, അതുകൂടെ ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻസിനായിട്ട്. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്